വൃക്ഷങ്ങളാലും വന തടികളാലും തേക്ക് ഈട്ടി മുതലായ തടികളാലും പമ്പ പോലെ മനോഹരമായി ഒഴുകുന്ന നദികളാലും പ്രകൃതി മനോഹരമായ ഈ കേരളത്തെ പ്രതിദാനം ചെയ്തുകൊണ്ട് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾക്കേവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഓണാശംസകൾ ആയിരം ഓണാശകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ഇനി ഞാൻ എൻ്റെ കർമ്മത്തിലേക്ക് കിടക്കാം. കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായ ഒരു തിരുവോണം കൂടി നാം ഇവിടെ ആഘോഷിക്കുന്നു. നാടിൻ്റെ ജനതയുടെ സമ്പൽ സമൃദ്ധിയുടെയും സൗഹൃദത്തിൻ്റെയും പ്രതീകമായിട്ടാണ് എല്ലാവരും തിരുവോണത്തെ വരവേൽക്കുന്നത്. മലയാളി വർഷമായ കൊല്ലവർഷത്തിലെ ആദ്യ മാസമായ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിലാണ് നാം ഏവരും തിരുവോണം ആഘോഷിക്കുന്നത്. ലോകമെമ്പാടുമുള്ള മലയാളികൾ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഇല്ലാതെ ആഘോഷിക്കുന്ന ഉത്സവമാണ് തിരുവോണം. പണ്ട് രാജ്യം ഭരിച്ചിരുന്ന മഹാബലി ചക്രവർത്തിയുടെ ഓർമ്മ നിലനിർത്തുന്ന ആഘോഷമാണ് തിരുവോണം. മഹാബലി നാട് വാണിരുന്ന കാലം ജനങ്ങൾ വളരെ സുഭിഷ്ടമായിട്ടായിരുന്നു കഴിഞ്ഞിരുന്നത്. രാജ്യത്ത് അനാഥത്വം ഒന്നുമില്ലായിരുന്നു. ഏവരും സഹോദരങ്ങളെ പോലെ വസിച്ചിരുന്നു. ഒരു തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഓരോ വർഷവും ചിങ്ങമാസത്തിലെ അത്തം മുതൽ തിരുവോണം വരെയുള്ള നാളുകളിലാണ് നമ്മൾ ആഘോഷം കൊണ്ടാടിയിരുന്നത്. പ്രജാക്ഷേമക തൽപരനായിരുന്ന മഹാബലി ഭൂമിയും സ്വർഗവും പാതാളവും അടക്കി ഭരിച്ചിരുന്ന വേളയിൽ ജനക്ഷേമത്തിൽ യാതൊരു കോട്ടവും തട്ടാത്ത അവസ്ഥയിൽ അസൂയാലുക്കളായ ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ അടുക്കൽ തങ്ങളുടെ പ്രസക്തി ഇല്ലാതാവുകയാണെന്നും അതിന് അറുതി വരുത്തണമെന്നും പരാതി ബോധിപ്പിച്ച് മഹാവിഷ്ണു ആയതിന് വേണ്ട പരിഹാരവും ചെയ്തുവെന്നാണ് ഇത് നമ്മുടെ ഐതിഹ്യം. മഹാകാലശീലനായിരുന്ന മഹാബലിയുടെ അടുക്കൽ മഹാവിഷ്ണു ബ്രാഹ്മണ രൂപനായി വാമനൻ എന്ന ഒരു കൊച്ചു കുള്ളന്റെ വേഷത്തിൽ സമീപിച്ച് തനിക്ക് ഇരുന്ന് തപസ് ചെയ്യുവാൻ 3 അടി ഭൂമി വേണമെന്ന് യാചിച്ചു. അത് കൊടുക്കാനും സമ്മതിച്ചു. എത്ര വേണമെങ്കിലും അളന്ന് എടുത്തുകൊള്ളാനാണ് പറഞ്ഞത്. വാമനൻ അപ്പോൾ ഭീമാകാര രൂപിയായി ഭൂമിയും സ്വർഗവും പാതാളവും അടക്കി 2 ചുവട് കൊണ്ട് അളന്നെടുത്തു. 3-4 ചുവട് എവിടെയെന്ന് ചോദിച്ചപ്പോൾ മഹാബലി തൻ്റെ കൈകൂപ്പിക്കൊണ്ട് 3-ാം ചുവട് എവിടെ നിന്ന് എടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മഹാബലി തൻ്റെ ശിരസ് കാട്ടിക്കൊടുത്തു. വാമനൻ അദ്ദേഹത്തെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി. ആ സമയത്ത് എല്ലാ വർഷവും തൻ്റെ പ്രജകളെ കാണാൻ വരുവാനുള്ള അനുമതി ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയും അതിനുള്ള അനുവാദം നൽകിയെന്നുമാണ് ഐതിഹ്യം. വീടുകൾ തോറും അത്തപ്പൂക്കളമിട്ട് ആഘോഷത്തോടെ ആർപ്പുവിളിയോടെ ജനത അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കി വരവേൽക്കുന്നു. മാവേലി നാടു പണിയിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല ഒളിവരെ. ഇപ്പോൾ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾ ഈ പൂർവ്വകാലം ഓർക്കുന്നത് ഉചിതമായിരിക്കും. ഇല്ലെങ്കിൽ പുതിയ വാമനന്മാർ ജനിക്കേണ്ടി വരുന്നതിൽ സംശയമില്ല. ഞാൻ എൻ്റെ നിറഞ്ഞ ഹൃദയത്തോടും നിറഞ്ഞ മനസ്സോടും
സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുമായ ആയിരം ആയിരം ഓണാശകൾ വീണ്ടും നേരുന്നു. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.